ഉമർ മൗലവി ആരാ? മുശ്രിക്ക്. കാരണം ഉമർ മൗലവി അതിൽ പറയുന്നത് എന്തറിയോ? പാലത്ത് അബ്ദുറഹ്മാൻ മദനിനെ ഞാനിത് എഴുതാൻ ഏൽപ്പിച്ചതിന്റെ കാരണം ഒരു കൊച്ചു വിദ്യാർത്ഥി മതി നമ്മുടെ കൂട്ടത്തിൽ, വലിയോലൊന്നും എഴുതേണ്ടതില്ല എന്നാണ്. ഒരു കൊച്ചു കുട്ടിക്ക് കാലഘട്ടത്തിൽ ഇത് തിരിഞ്ഞു. എന്നാൽ നമ്മളിൽ പലർക്കും തിരിയുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് പാലത്ത് അബ്ദുറഹ്മാന്റെ അഭിപ്രായമല്ല, സെൽസബീലിന്റെ അഭിപ്രായം കൂടിയാണ്, ഉമർ മൗലവിയുടെ അഭിപ്രായം കൂടിയാണ്. ഇനി കേട്ടോളൂ. മലക്കുകളിലുള്ള വിശ്വാസം, പേജ് 34, സി മുഹമ്മദ് സലീം സുല്ലമി, യുവത, ബുക്ക് ഹൗസ്, 2007. ഇനി മലക്കുകൾ എന്നുണ്ട് ദവാ ബുക്സിന്റെ ഒരു കിതാബുണ്ട്, വായിക്കണം നിങ്ങൾ. മലക്കുകൾ മനുഷ്യരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു. ഇവരെ വാദപ്രകാരം അഭൗതികമാണ്. അപ്പൊ മലക്കിന്റെ സഹായം അഭൗതികാണ്. അപ്പൊ എന്താവും? മലക്ക് സഹായിക്കുന്ന വിശ്വാസം മുശ്രിക്കാവും. ആ വാദം നമ്മളിൽ ചിലർ ഏറ്റെടുത്തു. ഇനി കേട്ടോളി. ഞങ്ങളുടെ ആവനാഴിയിലെ ചെറിയൊരമ്പ് അൽ മുർഷിദ് എപ്പോഴത്തേത്? എപ്പോഴത്തെ? 1967 മാർച്ചിൽ. 1967 EK മൗലവി ചീഫ് എഡിറ്റർ. കേട്ടോളി, എന്താ ഭൗതികം, എന്താ ഭൗതികം. വായിച്ചത് കേൾപ്പിച്ചുതരാം. ചുരുക്കത്തിൽ ഇതിന്ന് ആരാന്നും കൂടി പഠിച്ചോളി. ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച, ഞങ്ങൾക്ക് ഹൃദയവിശാലത പഠിപ്പിച്ച ഉമർ മൗലവി. ലേഖകനാരാ? ചീഫ് എഡിറ്റർ ആരാ? EK മൗലവി. ലേഖകനാരാ? ഉമർ മൗലവി. ആരാ? ഉമർ മൗലവി. കേട്ടോളി. ചുരുക്കത്തിൽ അഭൗതിക മാർഗത്തിൽ കൂടി ഒരു ഗുണം ആശിച്ചുകൊണ്ടോ ദോഷം പേടിച്ചുകൊണ്ടോ ഉള്ള ഒരു വസ്തുവിന്റെ മുമ്പിലെ തായ്മ കാണിക്കുകയും അതിനെ വന്ദിക്കുകയും ചെയ്യുക എന്നതാണ് ആരാധന. ഈ തായ്മ കാണിക്കലും വന്ദിക്കലും മനസ്സുകൊണ്ടും നാവുകൊണ്ടും ദേഹം കൊണ്ടുമാവാം. ഏറ്റവും പ്രധാനം മനസ്സുകൊണ്ടാകുന്നു. എന്താ? കാര്യകാരണ ബന്ധത്തിന് അതീതം അയിമക്കടന്നൂരില്ല. അപ്പോ അതെന്താണ്? പിന്നെ വിചിന്തനത്തിന്റെ ആളുകൾക്ക് മനസ്സിലായില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. ആ ഭൗതികത്തിലെ ഇവർക്കിടയിലുള്ള ഒരു വൈരുദ്ധ്യം, അതുമായി ബന്ധപ്പെട്ട 2 ക്ലിപ്പിങ്ങുകൾ. മലക്ക് അഭൗതികമാണെന്ന് കായക്കൊടി, ജിന്ന് അഭൗതികമാണെന്ന് കായക്കൊടി. അനസ് പറയുന്നു അഭൗതികമല്ല, ഭൗതികമാണ്. ഇതിലേതാ ശരി? അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണല്ലോ. നാം ചോദിക്കുന്നത് കേൾക്കാനും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ വിളി, നമ്മുടെ ചോദ്യം അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആര് പറഞ്ഞു തരണം? അള്ളാഹു പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അള്ളാഹു അങ്ങനെ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇത് സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ളതല്ല, അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ അത് സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതാണ്. നിങ്ങൾ മലക്കുകളോട് ചോദിച്ചു കൊള്ളുക, നിങ്ങൾ മലക്കുകളോട് തേടിക്കൊള്ളുക എന്ന ഒരു അഭിപ്രായം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അപ്പൊ ജിന്നിനെയും മലക്കിനെയും അഭൗതികാക്കി. അവൻ മലക്കൊരു മനുഷ്യനെ സഹായിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. ജിന്നും മലക്കും അഭൗതികല്ല മനുഷ്യരെ, അദൃശ്യമാണ് എന്നതുകൊണ്ട് അഭൗതികമാവില്ല. മലയാള ഭാഷ പഠിക്കണം നിങ്ങൾ. അദൃശ്യം എന്നത് അഭൗതികം എന്നതിന്റെ പര്യായമല്ല, അതിന് തത്തുല്യമായ പദമല്ല. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നതുകൊണ്ട് അത് അഭൗതികമല്ല. 3 പ്രസിദ്ധ പണ്ഡിതന്മാർ, 3 പ്രഗൽഭ പണ്ഡിതന്മാർ ഈ വിഷയം എത്രയോ കൊല്ലം മുമ്പ് വിശദീകരിച്ചു എന്നാണ് അനസ് പറയുന്നത്. കേട്ടോളൂ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ്
3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദുകൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക്. സഹോദരങ്ങളെ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. എന്ത്? അൻസുവലയുടെ അഭിപ്രായം അല്ലാതെ. പിന്നെയോ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, ഉമർ മൗലവി പറഞ്ഞു, KP പറഞ്ഞു, അതുപോലെ ചെറിയ മുണ്ടൻ പറഞ്ഞു, ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ അറിവുള്ളവരെല്ലാം പറഞ്ഞു. അവരുടെ പുസ്തകങ്ങളിലെല്ലാം എഴുതി, ജിന്നഭൗതികമല്ല, മലക്കഭൗതികമല്ല. ജിന്നെന്ത് ചെയ്താലും മലക്കെന്ത് ചെയ്താലും ഇത് സമസ്തക്കാർക്ക് മറുപടി പറഞ്ഞതാ, ഇത് മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞതാ. ഇപ്പതിന് നേരെ ഉൾട്ട പറയുന്നു. ഇവിടെ എന്ത് സംഭവിച്ചോ നിങ്ങൾ പരിശോധിക്കണം. അഭൗതികം ഭൗതികം എന്ന വിഷയത്തിലെ ചർച്ച നടന്നപ്പോ മലക്കും ജിന്നും അഭൗതികമാണ് എന്ന് സമസ്ത വാദിച്ചു, മടവൂർ വിഭാഗം വാദിച്ചു. അതിന് കൊടുത്ത മറുപടി ഞാൻ ചോദിക്കുന്നു, ഇവർക്ക് എത്ര മുഖമുണ്ട്? ഈ മുഖം യഥാർത്ഥത്തിൽ വിശ്വാസിയുടേതോ മുനാഫിക്കിന്റേതോ? ഈ മുഖം മുനാഫിക്കിന്റേതോ വിശ്വാസിയുടേതോ? ചോദിക്ക്, നിങ്ങൾ ചിന്തിക്ക്, എത്ര മുഖമാണ് അവർക്ക്? തീർന്നില്ല. ഞാൻ ബാക്കിയിടൊന്ന് വെച്ചു കൊടുക്ക്. എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റുമോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചളിഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത്. ആ പൈസി എന്ന് വിളിച്ചെടുത്ത് ഇപ്പൊ എന്ത് ചേർക്കണം? സ്നേഹത്തോടെ. ചാത്തൻ പോത്തൻ കുറുന്തോടി ആരാപ്പ കേരളത്തില്? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നടന്നോന്ന്? ഇല്ലായിരുന്നു അനസേ, നടന്നിട്ടില്ല. പക്ഷേ ആ വാദം നിങ്ങൾ ഏറ്റെടുത്തപ്പോ ഈ പ്രസ്ഥാനത്ത് പുറത്തു നിന്ന ആളുകൾ കരിവാരി തേച്ചു. അതിനവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭ പണ്ഡിതന്മാർ നാളിതുവരെ വെച്ചു പുലർത്തിയ ആശയാദർശങ്ങൾക്കെതിരെ ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൽ പെട്ടുപോയി മദനി, അതിൽ പെട്ടുപോയി TP, അതിൽ പെട്ടുപോയി പലരും. ഞങ്ങൾക്ക് അവരോട് സഹതാപമുണ്ട്. അവർ തിരിച്ചു വരട്ടെ KPയുടെ ആദർശത്തിലേക്ക്, അവർ തിരിച്ചു വരട്ടെ ഉമർ മൗലവിയുടെ ആദർശത്തിലേക്ക്, അവർ തിരിച്ചു വരട്ടെ NV അബ്ദുസ്സലാം മൗലവിയുടെ ആദർശത്തിലേക്ക്. ഞങ്ങളാണോ പിഴച്ചു പോയത്? നിങ്ങൾക്കാണോ അപകടം പറ്റിയത്? നിങ്ങൾ ചിന്തിക്കണം. തീർന്നില്ല. വളരെ 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 ഗൗരവമായി കേൾക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. അതെന്താ അത്? ഒന്ന്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് മുജാഹിദുകൾ പറയുന്നു. ആണോ? ആ വാദം ആദ്യമായി മുജാഹിദുകൾക്ക് നേരെ ഉന്നയിച്ചവർ മർക്കസുദ്ധാസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ. 10 കൊല്ലത്തോളം അവർ പറഞ്ഞു നോക്കി. 10 കൊല്ലത്തോളം അവരത് പറഞ്ഞു. 10 കൊല്ലത്തോളം അവരത് പ്രഖ്യാപിച്ചു. ആരും ഏറ്റെടുക്കാൻ കിട്ടിയില്ല. ആ പ്രചരണത്തിന്റെ ഊക്ക്, അങ്ങനെയുള്ള ഏത് കളവും കുറെ കാലം പറഞ്ഞാൽ ആ ഊക്ക് കാന്തപുരം ഏറ്റെടുത്തു. അലി മദനി പ്രചരിപ്പിച്ചു, കരിമ്പിലാക്കൽ പ്രചരിപ്പിച്ചു, സുല്ലമി പ്രചരിപ്പിച്ചു. നിങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു ഈ കിടപ്പുറത്ത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ശിർക്കിലേക്ക് മുജാഹിദുകൾ പോയി. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന അലിയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? കണ്ടോ സുഹൃത്തുക്കളെ? ഒന്നാമതായത് ഒരു ഗുരുതരമായ ആരോപണം, വ്യഭിചാര ആരോപണം തന്നെ. ആയിഷ ബീവിയുടെ പേര് പറഞ്ഞപ്പോ ഖുർആൻ എന്താ പറഞ്ഞേ? അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ ആരോപണമാണത്. കട്ടു എന്ന് പറയല്ല, ഇടപാട് നടത്തി തോൽപ്പിച്ചു എന്ന് പറയല്ല.
കൊലപാതകം നടത്തി എന്ന് പറയല്ല, ശിർക്ക് ചെയ്തു. അലിയുടെ നാവ് ഞങ്ങൾ കേട്ടത്. ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ അലി സാഹിബ്, ഒരു മുജാഹിദിനെ സ്റ്റേജിൽ ഹാജരാക്കാൻ കഴിയുമോ? ജിന്നിനോട് തേടുന്ന നിങ്ങളുടെ കൂട്ടരുടെ പ്രസംഗം കേട്ട് താടി പഠിച്ചവരെ ഞങ്ങൾ ഹാജരാക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ഉലുവിനെ പറ്റി പ്രസംഗിച്ച ആളുകളുടെ പ്രസംഗം കൊണ്ട് നിര്യാണിയുടേതായ തുണി എടുത്തവരെ ഞങ്ങൾ ഹാജരാക്കും. സംഗീതത്തിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് സംഗീതം അരങ്ങിലേർക്കുന്ന സലഫികളെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും. പക്ഷേ ജിന്നിനെ വിളിക്കുന്ന ഒരൊറ്റ മുജാഹിദിനെ ഹാജരാക്കാൻ കഴിയുമോ എന്ന ചോദ്യം. എന്നിട്ട് പിന്നെ പറയാണ്, ആ പ്രചരണം ഇങ്ങനെ നടന്നപ്പോ കാന്തപുരം തെറ്റിദ്ധരിച്ച്. മോനെ, കാന്തപുരത്തിന് വന്നിട്ട് കൊടുത്തേ. വേറെ കൂട്ടർ ജിന്നുണ്ട്. മനുഷ്യനെ വിളിച്ചാൽ ചെറുക്ക, ജിന്നിനെ വിളിച്ചാൽ ചെറുക്കില്ല. ഇതെന്ത് വിഡിത്തമാണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കുന്നവർ, ജിന്നാണെങ്കിൽ അത് ശിർക്കല്ല എന്നും മനുഷ്യനാണെങ്കിൽ ശിർക്കാണെന്നും ഇതെവിടുന്ന് വന്നു? എവിടെയാണ് ഈ വ്യത്യാസം? അവർ പറയേണ്ടതാണ്. നമ്മുടെ മുടിയുടെയോൻ തെറ്റിദ്ധരിച്ചു. കാരണം പ്രചരണം നടക്കല്ലേ. സാധു പറയാണ് ജിന്നിട്ട് എന്നൊരു കൂട്ടര്. ഇന്ന് ജിന്നില്ലേ നിങ്ങക്ക്? ഞങ്ങൾക്ക് അപ്പൊ എല്ലാവരുടെയും കുത്ത് ഞങ്ങൾക്ക്. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ് സൃഷ്ടിച്ച ജിന്നിനെ നിഷേധിക്കുന്ന ഒരു ടീം ഇവിടെ. ആലോചിക്കുക, ഇവിടെ എന്താ സംഭവിച്ചത്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേന്ന് വിളിച്ചാൽ ശിർക്ക്, ജിന്നേന്ന് വിളിച്ചാൽ ശിർക്കാവൂല. ആരാ അവിടെ പറഞ്ഞ ജിന്നിനോട് നേടാന്ന്? ജിന്നിനെ വിളിക്കാന്നല്ല, വിളിക്കരുത് എന്നാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വിളിക്കരുത്. നോക്കോ, സാഗരം സാക്ഷി നോക്ക്. ആകാശത്തിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, സാഗരത്തിന്റെ തിരമാലയുടെ ഇരുട്ട്, ആഴക്കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, 5 ഇരുട്ടകൾക്ക് നിന്ന് യൂനുസ് നബി പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞങ്ങൾ അതാ പറഞ്ഞേ, ഏറ്റവും വലിയ വിജനപ്രദേശമാണല്ലോ കടലിന്റെ ഉള്ളിൽ അല്ലേ? അടങ്ങനെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി കൊണ്ട് അവിടുന്ന് യൂനുസ് നബി ഇനി എന്തിന് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ജിന്നിനെ തീയോണ്ടാക്കി. എന്നാ വിളിച്ചോ ജിന്നെ, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി. അതാ റസൂലുള്ളാഹിന്റെ കണ്ടത്തിലേക്ക് വാള് വെച്ചപ്പോ അല്ലാഹ്, അതാ വിശ്വാസോ, അതാ വിശ്വാസം. തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ കാന്തപുരവും തെറ്റിദ്ധരിച്ചു. ഇനിയോ ഈ KKP പോലെയുള്ള ആളുകൾ മടവൂരികൾ ഉണ്ടാക്കിയ ഡോക്യുമെന്ററി പ്രചരിപ്പിച്ചു. KKP പറയുന്നുണ്ട്, എനിക്ക് അതിന് നേതൃത്വം നൽകിയ സെലഫിയാണ് എന്നെ കൊണ്ടുപോയത്, എല്ലാ കാര്യത്തിലും എനിക്ക് ഒത്താശ ചെയ്തത്. അതൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഒത്താശ ചെയ്തത് അദ്ദേഹമാണ്. ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എനിക്ക് ഫോൺ ചെയ്യും, നീ എത്തിയോ ഇല്ലയോ? ഗേറ്റിലെത്തിയാൽ അതിനോട് പറയും, KKP ഗേറ്റിലുണ്ട്, തുറന്നു കൊടുക്കോ. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇതൊക്കെ ഞാൻ പനി പിടിച്ചപ്പോ പറഞ്ഞാന്നല്ലോ വിദ്വാൻ പറഞ്ഞ്. 2012 ജനുവരിയിൽ വളപട്ടണത്ത് സെലഫി പ്രസംഗിച്ചോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെലഫി, നേരത്തെ അക്കീദ നമ്മളെ പഠിപ്പിച്ച സെലഫി, നമ്മളെ ബഹുമാനിച്ച നമ്മുടെ സെലഫി, നമ്മൾ ആദരിച്ച നമ്മുടെ സെലഫി, വായക്കാട് സുന്നികളെ കണ്ടിച്ച നമ്മുടെ സെലഫി, മടവൂരികളെ കണ്ടിച്ച നമ്മുടെ സെലഫി, നമുക്ക് പ്രിയങ്കരനായിരുന്ന നമ്മുടെ സെലഫി, ഈ മടവൂരിയുമായി, ഈ ചാരനുമായി 2012 ജനുവരി വളപട്ടണത്ത് അവനെ കൊണ്ട് പറയിപ്പിച്ച് ഇന്റർവ്യൂ നടത്തി. ഒരു വ്യക്തി അവിടെ ക്യാമറ എത്തിച്ചു കൊടുത്തു. ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ആരാണ് എന്നിട്ട് അവനവനെ താവളങ്ങളിലേക്ക് മടങ്ങി. അങ്ങ് നിലമ്പൂർ ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചു, ഇവൻ ചാരനാണ്. മൃദുല സമീപനത്തിന്റെ പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചവരോട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അവർ ഇതിന്റെ ഉള്ളിൽ കടത്തിവിട്ടവരെ സന്തോഷിപ്പിച്ചവരും ആശീർവദിച്ചവരും. അന്നൊരു നീല പുസ്തകമാണ് ഇതിനെ നശിപ്പിച്ചതെങ്കിൽ ഇവന്റെ മഞ്ഞ പുസ്തകം. പാവപ്പെട്ട മുജാഹിദ് പണ്ഡിതന്മാരെ, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാ. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി നമ്മുടെ ബഹുമാനനായ TP. നിങ്ങൾ കേട്ടോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ. സഹോദരങ്ങളെ,
അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. ഞങ്ങൾ വിനീതമായി ചോദിക്കുന്നു, എവിടെ ഈ ചർച്ച? എവിടെയാ? ജാമിയ നദ്വിയയിലാണോ? പാലക്കാട് വെച്ചാണോ? എറണാകുളത്ത് വെച്ചാണോ? പച്ചപ്പിരച്ച് വെച്ചാണോ? കടലുണ്ടിയിൽ വെച്ചാണോ? CD ടവറിൽ വെച്ചാണോ? ജാമിയ നദ്വിയുടെ ആസ്ഥാനമായ മദീനത്തുൽ ഉലൂമിൽ വെച്ചാണോ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു? സത്യമാണോ അത്? സത്യമാണോ അത്? നിങ്ങൾ പരലോകത്ത് ഓർക്കണില്ലേ? നിങ്ങളെ കുറിച്ചോർത്ത് ഞങ്ങൾ സഹതപിക്കുന്നു. എന്താ ചർച്ച? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു കൂട്ടർ, പ്രാർത്ഥിച്ചുകൂടാന്നൊരു കൂട്ടർ. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, പ്രാർത്ഥിക്കാം, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ലീഡർ ആര്? ആ പ്രബോധകനാരോട് ഞങ്ങൾ നിരക്ക് നിർത്തി തരാം. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ടീമുമായി KNM ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടവരെ എതിർക്കാൻ. ഞങ്ങൾ TP നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞു തരണത് ആരാ? എവിടെ വെച്ചാ ചർച്ച ഉണ്ടായതെന്ന് പറഞ്ഞു തരണം. അല്ലാഹുവിനെ പേടിക്കണം. ഇത് പടച്ചോനെ പേടിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ കളവ് പറയുന്നവരോടൊപ്പമല്ല, സത്യം പറയുന്നവരോടൊപ്പം. തീർന്നില്ല. തലശ്ശേരിയിൽ വെച്ച് വളരെ ഗുരുതരമായി വീണ്ടും നമ്മുടെ ബഹുമാനനായ TP ഈ തെറ്റിദ്ധാരണ ആവർത്തിക്കും. മരിച്ചുപോയ മഹാരന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല. സഹോദരങ്ങളെ, വൈകാരികമായ ഒരു പ്രസംഗല്ലേ ഇത്? തെറ്റിദ്ധരിച്ചതാണോ? ആർക്കും അങ്ങനെ വാദമില്ല. മരുഭൂമിയിൽപ്പെട്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലല്ലാത്തൊരാളും സഹായിക്കാനില്ലാത്തിടത്ത് ജിന്നിനോട് തേടാമെന്ന് ഇവിടെ ആരോ പറഞ്ഞു. ആരാണ് ആ വ്യക്തി? ഒരൊറ്റ ക്ലിപ്പിംഗ്, ഒരൊറ്റ തുണ്ട്, ഒരൊറ്റ ലേഖനത്തിന്റെ തുണ്ട് കാന്തപുരം ഹാജരാക്കണം. അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി ഹാജരാക്കണം. ഉണ്ടോ? ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ജിന്നിനോടും ശൈത്താനോടും പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളൊക്കെ ഖുർആനിൽ ഒരു വചനം ഓർക്ക്. സൂറത്ത് ബഖറ 111, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. മരുഭൂമിയിൽ ജിന്നിനോട് സഹായം തേടാം എന്ന് വാദിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾ കൊണ്ടുവരൂ. പടച്ചോന്റെ വാക്കാണ്. നിങ്ങൾ സത്യസന്ധരാണോ? അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഒരു തുണ്ട് കടലാസ് കൊണ്ടുവരൂ. ജിന്നിനോട് തേടാമെന്ന് പറയുന്ന വിചിന്തനത്തിലും ആ നുണ എഴുതി, വിചിന്തനത്തിലും ആ നുണ എഴുതി. എന്തൊക്കെ നുണകൾ, എന്തൊക്കെ നുണകൾ! യാ ഇബാദല്ലാഹുമായി ബന്ധപ്പെട്ട് മായിൻകുട്ടി സുല്ലമയുടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. ശിർക്കാരോപണം ഉന്നയിക്കുന്നു നമ്മുടെ പേരിൽ. ആ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കാണൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദാത്ത യൗമിൻ നബി ഒരിക്കൽ തങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, അലാ ഇന്ന റബ്ബി അമറനി അൻ ഉഅല്ലിമകും മാ ജഹിൽതു മിമ്മാ അല്ലമനി യൗമി ഹാദാ കുല്ലു മാലിൻ നഹൽതുഹു അബ്ദൻ ഹലാൽ വഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ കുല്ലഹും وإنهم أتتهم الشياطين فاجتالتهم عن دينهم وحرمت عليهم ما أحللت لهم وأمرتهم أن يشركوا بي ما لم أنزل به سلطانا رواه مسلم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിലൂടെ ആളുകളെ പഠിപ്പിക്കുകയാണ്, എൻ്റെ നാഥൻ ഇതാ ഇന്ന് എനിക്ക് അറിയിച്ചു തന്നതിൽ എല്ലാം പഠിപ്പിച്ചു തരാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഞാൻ അടിമയ്ക്ക് നൽകിയ എല്ലാ ധനവും ഹലാലാണ്. എന്റെ അടിമകൾ എല്ലാവരെയും ഋജുമാനസരായിക്കൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് പിശാചുക്കൾ അവരെ സമീപിച്ച് ദീനിൽ നിന്ന് അവരെ അകറ്റുന്നു. ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് പിശാചുക്കൾ ഹറാമാക്കുന്നു. ഒരു പ്രമാണവും ഇല്ലാതെ, ഒരു തെളിവും വേണ്ട,
ഏതെങ്കിലും ലൈഫ് കിട്ടിയാൽ പിന്നെ അയിമ പാഞ്ഞു കയറുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. യാ ഇബാദല്ലാ അയ്നൂനി എന്ന ആ ലൈഫുമ്മൽ പാഞ്ഞു കയറുന്ന അവസ്ഥ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പ്രമാണവുമില്ലാതെ എന്നിൽ പങ്കു ചേർക്കാൻ അവരോട് അവ ആവശ്യപ്പെടുന്നു. പിശാച് മനുഷ്യന്മാരോട് ആവശ്യപ്പെടുമെന്ന്. മനുഷ്യരിൽ കുഫറും കുഴപ്പവും ഉണ്ടാക്കാനുള്ള ശ്രമത്തെക്കുറിച്ചാണ് ഇവിടെയൊക്കെ ഉള്ള പ്രതിപാദനങ്ങൾ. സഹോദരങ്ങളെ നോക്കൂ, അവിടെയും നമ്മളെ കുത്തുകയാണ്. അല്ലാഹ് ഹറാമാക്കിയത് നമ്മൾ ഹലാലാക്കി, അല്ലാഹ് ഹലാലാക്കിയത് നമ്മൾ ഹറാമാക്കി. ആണോ? ആരാ ഇവിടെ ശിർക്കല്ലാത്തത് ശിർക്കാക്കിയത്? ആരാ കുഫറല്ലാത്തത് കുഫറാക്കിയത്? ആരാ അഭൗതികമായതിനെ ഭൗതികമാക്കിയത്? ഭൗതികമായതിനെ അഭൗതികമാക്കിയത് ഒക്കെ ആരാ? തെളിഞ്ഞ വഴി മറഞ്ഞ വഴി എന്നൊക്കെ പറഞ്ഞിവിടെ ആളുകളെ ചതിച്ചതും വഞ്ചിച്ചതും ആരാ? സുല്ലമിമാരെ, നിങ്ങൾ വലിയ തലവേദനയാ. സുല്ലമി, നിങ്ങൾ പരലോകത്ത് വരും. യാ ഇബാദല്ലാ, അനുസരിച്ച് അമല് ചെയ്യാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ശിർക്കായതിന് ആരും ഇവിടെ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ നുണപ്രചരണങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. ഇനിയോ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് KV SLRC നയിക്കുന്ന KV നുണ പറയുന്നു. നിങ്ങൾ കേട്ടോളൂ, ശരിയല്ല. അത് ആ സമീപനം ശരിയല്ല, തിരുത്തണം. ലോകത്ത് ഇനി ആരോടും ആർക്കാരും പാടില്ല, സഹായം തേടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അയ്നൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചത് അതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നേർക്കാൻ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം. അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. ആലോചിച്ചു നോക്കി. SLRC വലിയ സംഭവമായി കേരളക്കരയിൽ പടർന്നു പന്തലിച്ചു നിൽക്കേണ്ട ഒന്നായിരുന്നു. പക്ഷേ ഈ ജാതി ആരോപണങ്ങളും പ്രവാചക വചനങ്ങളും നിന്ദിക്കലും വ്യാപകമായി കൊണ്ടിരിക്കുന്നു. നുണയാണ് പറയുന്നത്. ഉമർ മൗലവിക്ക് ഇയ്യാക നഅ്ബുദു അറിയില്ലേ? KP മുഹമ്മദ് അലിക്ക് അറിയില്ലേ? ചെറിയ മുണ്ടത്തിന് അറിയില്ലേ? ഇബ്നു ഹജർ അസ്ഖലാനിക്ക് അറിയില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന് അറിയില്ലേ? അവരാരും പഠിച്ചില്ല. യാ ഇബാദല്ലാഹി എന്നതിന്റെ മത്തിനിൽ ശിർക്കുണ്ടെന്നവരാരും പറഞ്ഞിട്ടില്ല. വെറുതെ സെൽഫി എന്ന് വെച്ചാൽ പോരാ. സെൽഫി ലേണിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫിയത്ത് എന്താന്ന് പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനാ നുണ പറയുന്നു? ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഈ ആരോപണം വ്യാപകമായി പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കണ്ണൂരിലെ ഒരു ശിഷ്യൻ, ഒരു ഡോക്ടർ, ആദർശത്തെക്കാൾ വലുത് സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ആള്, അദ്ദേഹം പറയും, നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നിട്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികൾ നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? സഹോദരങ്ങളെ നോക്കൂ, കണ്ണൂരിൽ നടന്ന വിശദീകരണ യോഗമാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ഒരു ടീം പറയുന്നു. അതിവിടെ തെളിയിക്കുന്ന പറഞ്ഞേ. കണ്ണൂരിലെ പ്രസംഗത്തിൽ അവർ തെളിയിക്കും. ഉണ്ടായില്ല. ഗുരുതരമായ ആരോപണ. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലേ? ആ ശിർക്ക് ഇവിടെ സംഭവിച്ചു. ജബ്ബാർ മൗലവിയും ചെറിയ മുണ്ടൊക്കെ യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്തു. അവരെ പറ്റി ഉപയോഗിച്ച പദപ്രയോഗം എങ്ങാനും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവരെ പറ്റി പറയാണ് സലഫി വളരെ മോശമായി. ആ ആളുകളെ പറ്റി പ്രശ്നം നക്കികൾ എന്ന് വരെ അവർ വിളിക്കുകയും ആ രൂപത്തിൽ ആ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. ചെറിയ മുണ്ടമാണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് അദ്ദേഹവും യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യം വിശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. അത് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. നേരെ മറിച്ച് ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത് അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അദ്ദേഹം ഛർദിച്ചതാണ് ജബ്ബാർ മൗലവി കുടിച്ചത്. ആ പ്രശ്നം ഇലനക്കിയുടെ ചിരിനക്കിയുടെ പ്രശ്നം നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കറിയ ഫലാഹിയുടെ വൃക്ഷം നക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാട്. സഹോദരങ്ങളെ കേട്ടോ, ഇദ്ദേഹത്തെയാണ് അത്രേ ജനറൽ സെക്രട്ടറി ആക്കേണ്ടത്. മഹാനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ ഇല നക്കി ആര്? ജബ്ബാർ മൗലവി. ജബ്ബാർ മൗലവിയുടെ ചിരി നക്കി ആര്? സക്കരിയ സുലായി. സക്കരിയ സുലായിയുടെ എവിടെ നക്കീന്നാ ഞാൻ പറയില്ല. പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നക്കികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രബോധകന്റെ സംസ്കാരമാണോ ഇത്? ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിനെ നശിപ്പിക്കണേ. ഞാൻ പറഞ്ഞൊരു ബെൻസ് കാർ പോലെയാണ് സംഘടന. ഒരു താന്തോന്നിയുടെ കയ്യിൽ ആ കാറ് കൊടുത്താൽ ഓൻ എവിടെങ്കിലും ഇടിച്ച് ഇനി മയക്കുമരുന്നിനോ കള്ളിനോ ഓൻ അടിമയാണെങ്കിൽ ഓൻ ആ കൊണ്ടുപോയി ബെൻസ് കാറ് കുത്തിമുറിക്കും. നേരെ മറിച്ച് മദ്യപിക്കാത്ത, മയക്കുമരുന്ന് അടിക്കാത്ത, നല്ല ബോധമുള്ള, ബെൻസിനെ കുറിച്ച് ബോധമുള്ളവനോ അത് നന്നായി ഡ്രൈവ് ചെയ്യും. അതിന് എന്റെ നേരെ കുതിര കയറി ഞാൻ ആ ഉദാഹരണം പറഞ്ഞപ്പോ ഈ ജാതി ആളുകളെ പറ്റിയാ പറഞ്ഞേ. ഇത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്താ വാക്ക്? ഈ ആളുകൾ എന്താ ഇത്? ഈ മനുഷ്യൻ തന്നെ പറയാട്ടോ, എന്തെന്നറിയോ? ഖുർആനിലൊരു ആയത്തുണ്ട്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്നാണ്. എവിടെ ഉള്ളത്? അള്ളാന്റെ ഖുർആനിലുള്ളത്, പടച്ചതമ്പുരാന്റെ ഖുർആനിലുള്ളത്. എന്നാൽ ഞാൻ പറയുന്നു, ചിലപ്പോ തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടി വരും. ഇതെന്ത് ദീനാത്? ഇതെന്ത് ഖുർആൻ ദുർവ്യാഖ്യാനമാണ്? അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനില്, എന്ന് പറഞ്ഞത് ഖുർആനാ. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ചിലപ്പോ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാലേ അതണ്ട് അവസാനിക്കും. ചിലപ്പോ അങ്ങനെ വേണ്ടി വരും. ഞാൻ കുളിക്കുമ്പോ കുപ്പായവും ബനിയനും ഷഡ്ഡിയും തുണിയൊക്കെ അഴിച്ചൊരു മുണ്ടെടുത്തിട്ടാ കുളിക്കല്. കുളിമുറിയില് ഒരുത്തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ, അബ്ദുറഹ്മാൻ സലഫിന്റെ സംസ്കാരം, മൂപ്പര് വെറും മുട്ടിന്റെ മീതെ കാണുന്ന ഒരു തുണി കൊടുത്തിട്ടാ നടക്കുന്നത് എന്ന് പറഞ്ഞ് നെറ്റിലിട്ടാ എങ്ങനെ ഉണ്ടാവും? കുളിക്കുമ്പോ അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി. ഇനി ഒന്നും രണ്ടും പറഞ്ഞ രണ്ടും ഇരിക്കുമ്പോ തുണി പൊക്കിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഒരുത്തം ഫോട്ടോ എടുത്തിട്ട് ഈ ജാതി ആളാ സലഫിന്ന് പറഞ്ഞ മോശമാകല്ലാതെ ഇന്ന തെറി പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ച അതിന്റെ പല്ലിയാണ് അടിച്ചു വയ്ക്കുന്നു പറയേണ്ടി വരും. ചിലപ്പോ ഞാൻ അതിന്റെ അപ്പുറമൊന്നും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകാതെക്കട്ടെ ഈ ജന്മത്തിൽ എന്നാ വിചാരിക്കണേ. ഏതായാലും ഞാൻ ആരെയും പല്ലിതുവരെ അടിച്ചു കൊഴിച്ചിട്ടില്ല. വർത്താനൊക്കെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് കഴിയും ചെയ്യും. പറയേണ്ടി വരുമ്പോ അത് പറയും. അത്രേ ഉള്ളൂ. സഹോദരങ്ങളെ കേട്ടോ, പല്ലടിച്ച് കൊയ്ക്കേണ്ടി വരും, തിന്മയെ തിന്മ കൊണ്ട് എതിരേൽക്കേണ്ടി വരും. അതിൽ കൂടുതൽ എന്നെ ചെയ്യാതിരിക്കട്ടെ, തട്ടിക്കാളും. നിങ്ങൾ ആലോചിക്കണം, ഈ ആളെ നേതാവാക്കി ഇയാള് നയിക്കുന്ന ഒരു ടീമിന്റെ കൂടെ ചേരണം എന്നാണോ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? ഇയാളെ മാറ്റിവെച്ചാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. സ്വീകരിക്കാൻ തയ്യാറില്ല. നിങ്ങൾ ആലോചിക്കണം ഈ കാര്യം. ഇതാണ് പ്രശ്നം. ഈ ആളാണ് പ്രശ്നം. ഈ ആളുടെ സമീപനമാണ് പ്രശ്നം. മൂക്ക് ചെത്തിക്കാളെന്ന് വരെ പറഞ്ഞു. എന്താ ഓന്റെ മൂക്ക് എനിക്ക് ചെത്താൻ കഴിയൂലേ എന്ന് ചോദിച്ചിട്ട് ആ മൂക്ക് ചെത്തൊന്നും ഇട്ടെടുത്തവനെ എന്നെ പറ്റി കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ മറച്ചു വെച്ച് ഒപ്പ് വാങ്ങിച്ച് അത് നെറ്റിലൂടെയും നാട്ടിലൂടെയും പ്രചരിപ്പിക്കുകയോ വെറുതെ വിടില്ല. ഇതാണോ 110 കാരറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര്, നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നവര് ആരാണെങ്കിലും അവരെ പ്രസ്ഥാനം വിളിച്ചു വരുത്തി അന്വേഷിച്ച് വേണ്ടത് ചെയ്യും. ആ
ആദർശപരമായ അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഈ ആദർശ പ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് നേതൃത്വവും നേതൃത്വത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. അതൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്പറിട്ട് പറയും. എന്റെ എനിക്ക് ഈ സാലിമിനെ പറ്റിയിട്ട് നല്ല 1-ാം നമ്പർ ക്ലിപ്പുണ്ടാക്കിയാണ്ട് വിട്ടൂടെ? എന്റെ മൂക്ക് ഓൻ ചെത്തുവോ? എന്റെ മൂക്കോൻ ചെത്തുമെങ്കിൽ ഓന്റെ മൂക്ക് എനിക്കും ചെത്താൻ കഴിയൂലേ? പക്ഷെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. കഴിയാത്തവനൊന്നുമല്ല ഞാൻ. അത്യാവശ്യം ഇരിക്കും. ഞാനും ആ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. ആ പ്രായത്തിലുള്ള വിളവും കുബുദ്ധിയും എനിക്കറിയാം. ഈ പ്രായം വരെയുള്ള പരിചയവും എനിക്കുണ്ട്. കുബുദ്ധിയിലും വിളവിലും എനിക്ക് ഈ പ്രായം വരെ നല്ല തയക്കവും ഭയക്കുവാണ്. അതുകൊണ്ടാ ഇതിങ്ങനെ ആയിപ്പോയത്. എനിക്ക് വേണമെങ്കിൽ മൂക്ക് ചെത്താൻ ഞാനും ഇതൊക്കെ ചട്ടം വിത്തരം കഴിഞ്ഞു പോന്നാണ്. ഇയാളെ നേതാവാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇയാള് ഹൈജാക്ക് ചെയ്ത KNM രക്ഷപ്പെടുത്തുന്ന രക്ഷകരാ ഞങ്ങള്. അത് തിരിച്ചറിയ മുജാഹിദുകളെ, അത് മനസ്സിലാക്കുക. പാണ്ടിക്കാട് സാലിമിന്റെ മൂക്ക് ഒന്റെ മൂക്കി എത്തുവോ? ഞാനും എനിക്കതിനൊക്കെ കഴിയും. ഇതിനെ ഞങ്ങൾ എതിർക്കണത്. ഈ സമീപനത്തെയാ ഞങ്ങൾ എതിർക്കുന്നത്. ഇത് ഗൗരവമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ വിഷയങ്ങളൊക്കെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങള്? ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പൊ നമ്മുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എലക്ഷനുമായി കേരളത്തിൽ നടന്ന അവസ്ഥ അറിയോ? ഒരു ഭരണഘടന അനുസരിച്ച് എലക്ഷൻ എല്ലാ ജില്ലയിലും ഒരേപോലെയല്ലേ നടക്കേണ്ടത്? അല്ലേ? എന്നാൽ ഈ കഴിഞ്ഞ KNM എലക്ഷൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തുല്യതല്ലാത്ത അധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നു. അധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ കാര്യം ശരിക്കും ഉൾക്കൊള്ളണം. എന്താ? കണ്ണൂർ ജില്ലയിൽ ഒരു രൂപം, കാസർഗോഡ് വേറെ, അതുപോലെ ചുങ്കത്തറയിൽ വേറെ. ഞാൻ പറഞ്ഞല്ലോ ചുങ്കത്തറയിൽ നടന്ന, നേരത്തെ പറഞ്ഞല്ലോ. കാസർഗോഡ് ആ ഹാരിസ് ചേരൂർ എന്ന് പറയുന്ന ഹദീസ് നിഷേധിയപ്പെടുത്താൻ വേണ്ടി പലതവണ ഇലക്ഷൻ മാറ്റിവെച്ചു. ഒറ്റ വോട്ടിനെ അവിടെ വിജയിപ്പിച്ചത്. ഹക്കല്ല, ബാത്തിലിനെയാണ് അവിടെ വിജയിപ്പിച്ചത്. കണ്ണൂരെ ഇലക്ഷനോ എന്തായിരുന്നു അവിടെ പുകില്? അറിയ ആളുകൾക്ക്. വോട്ടർമാരെ കൊണ്ടുപോയി ഹോട്ടലിൽ വാഹനത്ത് കൊണ്ടുപോയി പള്ളം നിറച്ചും ബിരിയാണി കൊടുത്ത് ഈ നല്ല നല്ല ആളുകളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ കേട്ടുവിട്ട് 3 വോട്ടിനാണ് കണ്ണൂർ വിജയം. അത് തന്നെ കൗൺസിലർമാരല്ലാത്ത 2 പേരെ അതിൽ കേട്ടുവിട്ടുകൊണ്ട് എന്തൊക്കെ കുതന്ത്രങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ സൗത്തിൽ KB സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വരില്ല എന്നുറപ്പായി. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വരില്ല എന്നുറപ്പായപ്പോ അദ്ദേഹത്തിൻ്റെതല്ലാത്ത മറ്റൊരു മണ്ഡലത്തിലൂടെ അദ്ദേഹം രംഗത്ത് വരികയാണ്. അതിന് ബഹുമാനനായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രയോഗം, ഞാൻ KBക്ക് വസിയ്യത്ത് ചെയ്തു പോയി എന്നാണ്. ഇതാ അവസ്ഥകള്. ഇലക്ഷനുകളിലൊക്കെ മലപ്പുറം ഈസ്റ്റില് 137 ആളുകളുടെ വോട്ടുകളെ എതിർത്തുകൊണ്ടാണ് കേവല ആളുകളുടെ വോട്ടിൽ അവർ ജയിച്ച. അവർക്കെതിരായിരുന്നു 137 ആളുകൾ. എന്തൊക്കെയാ അവിടെ നടന്നത്? ആരൊക്കെയാ അവിടെ അധികാരത്തിലേറിയത്? എന്തിനധികം ISMകാർക്ക് 10-40 വയസ്സുള്ള ആളുകൾ. ആ ആളുകൾ നമ്മളുടെ ബഹുമാനനായ കരുവള്ളി മുഹമ്മദ് മൗലവി വരേണ്ട സ്ഥാനത്ത് വരെ അവർ വന്നു. ഈ രാഷ്ട്രീയ കളി കൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. തൃശൂർ ജില്ലയില് EK ഇബ്രാഹിം കുട്ടി മൗലവി വരാൻ വേണ്ടി 2 തവണ ഇലക്ഷൻ മാറ്റിവെച്ചു. ആരാ EK? അറിയണം നിങ്ങള്. ബുഖാരി തോട്ടിലേക്ക് ഇടാൻ പറഞ്ഞ മനുഷ്യനാ, നിങ്ങൾ അറിയണം. അതുപോലെ ഇരുവേട്ടിക്കാരൻ എത്ര കാലം ഇവിടെ പള്ളിയിൽ, കോഴിക്കോടിനടുത്ത് പള്ളിയിൽ കുത്തുബ പറഞ്ഞു. ബഹുമാനനായ ഹുസൈൻ സലഫി ഹദീസ് നിഷേധത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ആ പള്ളിയിൽ, മുജാഹിദുകളുടെ പള്ളിയിൽ ഹുസൈൻ സലഫിക്കെതിരെ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ഹദീസ് നിഷേധിക്ക് വേണ്ടി. നിങ്ങൾ ഓർക്കണം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കാര്യം. നല്ല നല്ല മനുഷ്യരെ പിടിച്ച് പുറത്താക്കി. ISMനെ മരവിപ്പിച്ചു, അതുപോലെ MSMനെ മരവിപ്പിച്ചു, അതിന്റെ വൈജ്ഞാനിക സദസ്സുകളെ മരവിപ്പിച്ചു. നമ്മുടെ ഏതൊരു സമ്മേളനവും ആളുകൾക്ക് ദീനെത്തിക്കാനുള്ളതാണ്. അതിനെതിരായ നടപടികൾ ഉണ്ടായി. എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം വസ്തുതകൾ.
ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹക്കിന് വേണ്ടി ജീവിക്കണം എന്നാ പറയുന്നത്. ഇപ്പൊ എന്താണെന്നറിയോ, വലിയ ആരോപണമാണ് എന്റെ പേരിൽ പോയി. സംഘടന എന്ന് പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരി ഇല്ലാത്ത സംഘടന മൊബൈൽ കവർ പോലെയാണ്. വലിയൊരു നുണ. കല്ലൂരിൽ ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്ന് ബഹുമാനനാ ഞാൻ എന്താ നമ്മൾ പറയാ, എന്ത് പറ്റിയവർക്ക് എന്തൊരു സഹതാപമാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു. എറണാകുളത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ളൂ. ഏതായിരുന്നാലും അതിൻ്റെ ഒരു മൂലയിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല, കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അതിൽ ഒരു വലിയ പ്രാസംഗികൻ നമ്മളെ അയാൾ ഇല്ലെങ്കിലും ഒന്നുമില്ല, ഒരു മൊബൈലിന്റെ കവർ പോലെയായി മാറുന്ന ഈ പ്രസ്ഥാനം. അയാളില്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ കവർ എങ്ങനെയാണോ ഈ സംഘടന അങ്ങനെയാകുന്നാണ് അയാൾ പറഞ്ഞത്. ഒന്നൊരു കാര്യമില്ല. ഈ പരസ്യമായി അവിടെ വെച്ച്, ഇത് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പ്രസംഗമല്ല, ഞാൻ കേട്ട പ്രസംഗം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. സഹോദരങ്ങളെ, കലൂരിൽ ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നത് അദ്ദേഹത്തോട് ആരും പറഞ്ഞതല്ലത്രേ, നേരിട്ട് കേട്ടതാണ്. കുലിൽ ഹഖ് വഇൻ കാന മുറാ, കൈപ്പാണെന്നെങ്കിൽ നീ സത്യമേ പറയാവൂ. നുണയല്ലേ പ്രിയപ്പെട്ടവരെ? കല്ലൂരിലെ എന്റെ പ്രസംഗം കേട്ടില്ലേ പലരും? അത് റെക്കോർഡല്ലേ ഇവിടെ? ബൈലക്സിൽ അതില്ലേ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ അത് കേട്ടില്ലേ? അള്ളാഹു ഇതറിയില്ലേ? എന്തിനാണ് ഈ നുണപ്രചരണം കൊണ്ട് എന്ത് കിട്ടാനാ? ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷയുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? പാലപ്പട്ടിയിലും കല്ലൂരും ഞാൻ എന്താ പറഞ്ഞത്? ആ ഭാഗം നിങ്ങൾ കേൾക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു മൊബൈലാണ്. ഉദാഹരണം ക്ലിക്ക് ചെയ്യാതെ പോലെ ഇതൊരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്. മാജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി, മനസ്സിലായി. ഇതാണ് മൊബൈൽ. ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ? അതുപോലെയാണ് നമ്മൾ സംഘടന. എന്തിനാ ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ? ഏതുപോലെ ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്. ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്. ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കണേ, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി. അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്? സംഘടനയാണ്. എന്നെയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ എതിരെ ഓതാൻ. സഹോദരങ്ങളെ, എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സത്യാന്വേഷികളായ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? കല്ലൂരി ഞാൻ എന്താ പറഞ്ഞത് അത് കേട്ടോളൂ. ഞാന് സംഘടന എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഈ കവർ പോലെയാണ് ഒരു ഉദാഹരണ സഹിതം പഠിപ്പിച്ചിരുന്നു പാലപ്പെട്ടി. അതിനൊരു പേപ്പർ, ഫുൾ പേപ്പർ ആ ഡോക്ടർ ലേഖനം എഴുതിയത് വിചിന്തനത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എത്രമാത്രം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടില്ലേ ഓരോന്നും. ഞാൻ ജനങ്ങളോട് എന്ത് പറഞ്ഞിരുന്നു? സംഘടന എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന്റെ കവർ പോലെയാണ്. കാരണം എന്താ? ഈ മൊബൈലാണ് പ്രധാനം. ഇതിന്റെ സേഫ്റ്റിക്കാണ് ഈ കവർ. ഒരാള് ഇത് തച്ചു പൊട്ടിക്കാനായിട്ട് ഈ കവർ മുറുക്കി പിടിച്ചു വിട്ടു കൊടുക്കൂല. ഞാൻ ഷഹീദാവും എന്ന് പറഞ്ഞാലോ? ആ ഉദാഹരണം പറയാൻ നന്നായിട്ട് അങ്ങ് നെഞ്ഞു കിട്ടി. അപ്പോ ഒരൊറ്റ പേപ്പർ ലേഖനം എഴുത്താ. സഹോദരങ്ങളെ, ഞാനില്ലെങ്കിൽ ഈ പ്രസ്ഥാനമില്ല എന്ന് പറഞ്ഞു എന്നാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടിടത്തിലാണ്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ പോരാട്ടം ഉണ്ടായത്. അതിനെയാ ഞങ്ങൾ എതിർത്തത്. എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു. ഏറ്റവും വലിയ അപകടം എന്താ? അള്ളാഹുവിന്റെ ഖുർആനിനെ ക്രൂരമായി ദുർവ്യാഖ്യാനിച്ചു.
സുല്ലമി ദുർവ്യാഖ്യാനിച്ചു. അതിന് നമ്മൾ 2007 മറുപടി പറഞ്ഞു. അതേ ആയത്ത് ജാമിയ സലഫിയയിൽ സലഫി ദുർവ്യാഖ്യാനിച്ചു. എന്തിന് സലഫി? ഈ സുല്ലമിയുടെ വഴി നിങ്ങൾ സ്വീകരിച്ചു. അതാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ആ ജാമിയയിൽ ദുർവ്യാഖ്യാനിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ജമിയത്തുൽ ഉലമയുടെ കിതാബിലും വന്നു. അതിനുശേഷം അത് മായിൻകുട്ടി സുല്ലമിയും ദുർവ്യാഖ്യാനിച്ചു. ഇത് ജമിയത്തുൽ ഉലമയിൽ വന്നതിന്റെ അപകടം എന്താണെന്നറിയോ? അതറിയോ നിങ്ങൾക്ക്? എന്ത് പറഞ്ഞപ്പോ അത് പറഞ്ഞറിയോ? അല്ലാതെ യാദർശികമായി വന്നുപോയതല്ല. ബോധപൂർവം സുല്ലമി ദുർവ്യാഖ്യാനിച്ചതിനെ സലഫി ദുർവ്യാഖ്യാനിച്ചു. അത് തന്നെ ജമിയത്തുൽ ഉലമയുടെ ബുക്കിലും വന്നു. ഇതാണ് ഞങ്ങൾ കാണിച്ച അപകടം. എന്താ അത്? ആദ്യം നിങ്ങൾ ഇതിന്റെ 32 വായിക്ക്. ഇതാ പിശാചുണ്ടെന്നും പിശാച് പലതരത്തിലുള്ള വസ്വാസുകളും സ്വാധീനങ്ങളും മനുഷ്യരിൽ ഉണ്ടാക്കുമെന്നും പഠിപ്പിച്ച ഇസ്ലാം പിശാചിനെ ഭയപ്പെട്ട് അസ്വസ്ഥ മനസ്സരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിട്ടില്ല. ഈ പാരഗ്രാഫിനെ ഒപ്പിച്ചിട്ടാ ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്. ബോധപൂർവമാണ്. സുലൈമാൻ സക്കാഫി മാളിയക്കൽ ഖുർആനിലെ 4-ാം അധ്യായം 64 ദുർവ്യാഖ്യാനിച്ചപ്പോ അതുപോലെയുള്ള ദുർവ്യാഖ്യാനം ഇതൊരാളിലല്ല, രണ്ടാളിലല്ല. ഞങ്ങളുടെ ചോദ്യം, പവിത്രമായ KJUവിനെ എന്തിനു നിങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്യരാക്കി? സലാം സുല്ലമിക്ക് അതുപോലെ ഇവിടെ സലഫി ദുർവ്യാഖ്യാനിച്ചു. അത് ജമിയത്തുൽ ഉലമയുടെ ബുക്കിലെത്തി. ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും ശിർക്കിലേക്ക് ഈ സമുദായം പോകുമ്പോ അവരെ അതിൽ നിന്ന് കരകയറ്റുക എന്നതാണ്. അതുപോലെ ബിദ്അത്തിലേക്ക് പോകുമ്പോ അവരെ അതിൽ നിന്ന് കരകയറ്റുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാതലായ വശം. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം, ഈ ശിർക്കാരോപണമെല്ലാം ഇവിടെ നിരന്തരമായി നടക്കുന്നതിന്റെ ഒരു കാരണം ഹദീസ് നിഷേധം വ്യാപകമായി നടത്താനാണ്. ഈ മറവിൽ ഹദീസ് നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആനോ മുത്തവാത്തിറായ ഹദീസോ വേണമെന്നാണ് 2009 ഓഗസ്റ്റ് 28 മടവൂർ വിഭാഗം പറഞ്ഞത്. അതുവഴി അവരെന്താ ഉദ്ദേശിച്ചത്? മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ വിവിധ പരമ്പരകളിലൂടെ യാതൊരു ന്യൂനതയുമില്ലാതെ ഉദ്ധരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഇത് പറയുക വഴി അവർ എന്ത് ചെയ്യുന്നു? ഖബറിലെ ചോദ്യം അവർ തള്ളിക്കളയുന്നു. ഹൗദുൽ കൗസറിനെ അവർ നിഷേധിക്കുന്നു. വിചാരണയുടെ വിശദാംശങ്ങളിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു. സിറാത്ത് എന്ന പാലത്തിന്റെ കാര്യം നിഷേധിക്കുന്നു. റസൂലുള്ളാഹിന്റെ പല മുഅ്ജിസത്തുകളും അവർ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പലതും അവർ നിഷേധിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഈച്ചയുടെ ഹദീസ് മുതൽ ചേകന്നൂർ എന്തൊക്കെ നിഷേധിച്ചുവോ അത് മുഴുവനും ചേകന്നൂരിന്റെ താഴ്വഴി അവലംബിച്ച ആളായിരുന്നു മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് ലീഗിന്റെ പ്രസിദ്ധീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ അറിയുമ്പോഴാണ്. അതുപോലെ തന്നെ ISMന്റെ സ്റ്റേറ്റ് നേതൃത്വത്തിൽപ്പെട്ട നേതാവ് ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകനായി, എന്റെ പ്രിയപ്പെട്ട മുജീബുർ റഹ്മാൻ, എന്റെ നാട്ടുകാരൻ ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ പെടുത്തി. ഈ അപകടമാണ് വരാൻ പോണത്. ഈ ഹദീസ് നിഷേധമാണ് വരാൻ പോണത്. ഇതിനെതിരായാണ് ഞങ്ങൾ കാര്യം പറഞ്ഞത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇതൊക്കെ ഉള്ളിൽ പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ഇത് പുറത്തേക്ക് പറഞ്ഞത്? ഉള്ളിൽ പറഞ്ഞു, കൃത്യമായി ബോധ്യപ്പെടുത്തി, പല രൂപത്തിലും അവരെ അറിയിച്ചു. പക്ഷേ ധാർഷ്ട്യത്തോടുകൂടി മുന്നോട്ട് പോയി. ഇനി ഒരിക്കലും തിരുത്താനാകാത്ത വിധം അവരുടെ ധാർഷ്ട്യത്തിൽ മുന്നേറിയപ്പോൾ ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനാണ്. കടപ്പുറത്ത് കൂടിയ ആയിരങ്ങളെ, ഈ ലോകത്ത് തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നു. കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുന്നു. മദ്യം ഇവിടെ വ്യാപകമാണ്. യുവത്വത്തിന്റെ ചാബല്യങ്ങൾ ഇവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്ന ഒരു ലോകത്ത് ഈ തിന്മകളിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നരകമിതാ നമ്മളുടെ ചെരുപ്പിന്റെ നിങ്ങളുടെ നരകം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനോടും അടുത്തിരിക്കുന്നു എന്ന പ്രവാചക വചനം എന്ന പ്രവാചകൻ ഖുർആനോദി നമ്മളെ പഠിപ്പിച്ച ഖുർആനിന്റെ വചനം. അതേ വസീകല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ, സംഘങ്ങളായി നടക്കൂ എന്ന് നരകത്തിലെ കാട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. വിജനതയിലോ ഭിത്തിയുടെ മറവിലോ സാഗരങ്ങളിലോ കാനനങ്ങളിലോ എവിടെയാകട്ടെ പടച്ചതമ്പുരാനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന മെസ്സേജാണ് ഈ സമ്മേളനത്തിന്റെ കാതലായ വശം. അതേ
അതേതേത് സൃഷ്ടികളാകട്ടെ അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടും ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടും അത് കൃത്യമായി നിങ്ങൾക്കുണ്ടാകണം. വീടുകൾ ശുദ്ധീകരിക്കണം, വിദ്യാർത്ഥികളിൽ നിന്ന് മോചിതമാകണം. പല ചിന്മകളും ഇവിടെ നങ്കൂരമിടുന്നു. നമ്മുടെ വീടുകൾ സംഗീതത്തിന്റെ ലോകമാണ്. വമിനന്നാസി മയ്യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുബീൻ. വ്യക്തമായ മനുഷ്യനെ അല്ലാഹു പറയുന്ന മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അവർ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവരാണ്. സംഗീതവും നാടകവും നൃത്തനൃത്യങ്ങളും ഐഡിയ സ്റ്റാർ സിംഗറുമെല്ലാം ഇതിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. നമുക്ക് മരിക്കേണ്ടതില്ലേ? നമുക്ക് മരിക്കേണ്ടതില്ലേ? സഹാബികൾ കരഞ്ഞത് ആ പരലോകത്തോർത്താണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. ആ നരകം ഭയാനകരമാണ്. പാപങ്ങൾ ചെയ്യരുതേ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മിൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. 88-ാം അധ്യായം 14-15. പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സാകെ നശിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്ന് മോചനം വേണം. അലാ അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കരുതേ മനുഷ്യരെ. ഒരു ബിദ്അത്ത് നിങ്ങൾ കൊണ്ടുവരരുതേ മനുഷ്യരെ. ബിദ്അത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുതേ എന്നാണ് ഈ മഹാ ആദർശ സമ്മേളനത്തിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം. നമുക്ക് മടങ്ങാം മൻഹജുസ് സലഫിലേക്ക്, നമുക്ക് മടങ്ങാം ഖുർആനിലേക്ക്, നമുക്ക് മടങ്ങാം പ്രവാചകചര്യയിലേക്ക്, നമുക്ക് മടങ്ങാം അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയീൻ എന്ന പ്രവാചക തിരുമേനിയുടെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങാം. തറക്തുകും മറൽ മഹിജ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരാഹ്വാനമുണ്ട് എനിക്ക്, മുജാഹിദുകളെ, സത്യത്തിന്റെ ആളുകളെ, അസത്യത്തിന്റെ ആളുകൾ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളിലും വെല്ലുവിളിക്കും. നമുക്കറിയാം, സമസ്തക്കാരായ ആളുകൾ വാദപ്രതിവാദത്തിൽ തോൽക്കുകയോ ഖണ്ഡനമണ്ഡലം തോൽക്കുകയോ ചെയ്താൽ അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിച്ചു വാദപ്രതിവാദത്തിന് വരും. കാരണം എന്തെങ്കിലും ഒരു തുണ്ട് കിട്ടിയാൽ അത് ബൈലക്സിലൂടെ പ്രചരിപ്പിച്ച് കൊട്ടിഘോഷിച്ച് വാദപ്രതിവാദങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞ് പരലോകത്ത് പരാജയപ്പെടാൻ നിങ്ങളാരും പോയി കൊടുക്കരുത്. ഇത് നമ്മളുടെ കാലവും നമ്മുടെ കോർട്ടിലാണ് ബോളുള്ളത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ചെന്നുപോയി ആ താർത്താരികൾ ചെങ്കിസ് ഖാന്റെ പട്ടാളം വന്നപ്പോ ഭൃത്യരായി കിടന്നുകൊടുത്ത സ്ലാവറി നിങ്ങൾക്കുണ്ടാകരുത്. ശത്രുവിന്റെ താവളങ്ങളെ തിരിച്ചറിയുവാൻ, നമ്മുടെ തീവ്രവാദികൾ എന്ന് വിളിച്ചവരെ തിരിച്ചറിയുവാൻ, നാടി നീട്ടൽ ഉലുവാണെന്ന് പറഞ്ഞവരെ തിരിച്ചറിയുവാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് വരാൻ, ഹദീസ് നിഷേധികളെ പിടിച്ചു കെട്ടാൻ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ കൂടെ നമുക്കൊന്നിച്ച് മുന്നേറാം. പക്ഷേ ആ കപ്പൽ പിടിച്ചെടുത്ത് ആ കപ്പലിൽ മുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളെ തിരിച്ചറിയുകയും അവരെ പുറത്തു നിർത്തി നമുക്കൊന്നിച്ച് പ്രയാണം നടത്താം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത സ്വയം പരിവർത്തനത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു മാറ്റൂല. സംഘടനയുടെ ഭ്രാന്ത് പൂത്ത് ഖുർആനും സുന്നത്തും നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. ആദർശമാണ് വലുത്. നമ്മുടെ സ്വന്തം ഉമ്മ ബാപ്പയേക്കാൾ 3 ഇരട്ടി വലുതാ. ആ ഉമ്മാന്റെ 300 ഇരട്ടി വലുതാ ആദർശം. അതാ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ചരിത്രം. ഉമ്മ മരിച്ചു വീണാൽ പോലും, 100 തവണ മരിച്ചു വീണാൽ പോലും ഒരു ഉമ്മ എന്നെ 3 ഇരട്ടി എങ്കിൽ 100 തവണ ഒരു ഉമ്മ മരിച്ചു വീണാൽ 300 ഇരട്ടി. അപ്പോൾ പെറ്റുമ്മയേക്കാൾ 300 ഇരട്ടി വലുത് ആദർശം. ആ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്റെ പദപ്രയോഗങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതെന്റെ തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിശാച് മനുഷ്യനെ ഏത് നിമിഷവും സ്വാധീനിക്കുമല്ലോ, അങ്ങനെ കരുതി നിങ്ങൾ അത് വിട്ടുതരണം. അതോടൊപ്പം ഞാൻ ഇവിടെ അവതരിപ്പിച്ച പ്രമാണങ്ങൾ, തെളിവുകൾ, കൃത്യമായ കാര്യങ്ങൾ അത് മനസ്സിലാക്കി ആരോരുമില്ലാത്ത യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. ബാപ്പ കൂട്ടനില്ലാത്ത, ഉമ്മ കൂട്ടനില്ലാത്ത, ആരാരും കൂട്ടനില്ലാത്ത
ആ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. പടച്ചോൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിന്റെ പ്രബോധനത്തിൽ മുൻനിരക്കാരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കെ എം മൗലവിയും വക്കം മൗലവിയും MCCയും EK മൗലവിയും എല്ലാം കെട്ടിപ്പടുത്ത മഹാനായ ഉമർ മൗലവിയും KP യും AP യും ഒക്കെ കെട്ടിപ്പടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ വാഹകർ നമ്മളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖിന ഇമാമാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا